കാജൽ ചെറുതായിരിക്കുമ്പോൾ അവളുടെ അമ്മക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അച്ഛൻ കണ്ടുപിടിക്കുകയാണ്. അവളുടെ അമ്മ ഒരു ഡാൻസ് ടീച്ചർ ആയിരുന്നു. ഇതുകൊണ്ട് തന്നെ അപമാനം സഹിക്കാൻ പറ്റാതെ ആ ഒരു അമ്മ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അച്ഛന്റെ സ്വഭാവം വല്ലാതെ മാറാണ്. കാജലിന് ഒരു അനിയനാണ് ഉള്ളത്. ആ അനിയനെ അച്ഛൻ ഇപ്പോഴും തല്ലുമായിരുന്നു. അനിയൻ ഒരു ആസ്മ രോഗിയായിരുന്നു. അതുപോലും നോക്കാതെയാണ് അച്ഛൻ അവനെ തല്ലിയിരുന്നത്. കാജലിന് അച്ഛൻ തല്ലിയതൊന്നുമില്ല, പക്ഷെ മോശം രീതിയിൽ അവൾ ഒരുപാട് ചീത്ത പറയായിരുന്നു. ഇതുകൊണ്ട് തന്നെ കാജലിനെ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് അച്ഛന്റെ കൂടെ പണിക്ക് വന്ന ഒരു ഹിന്ദിക്കാരൻ പയ്യനുമായിട്ട് കാജൽ പ്രണയത്തിലാവുന്നത്. അവളും അവന്റെ കൂടെ ഒളിച്ചോടി കാശിയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അവന്റെ പ്ലാൻ ആയിരുന്നു ഇത്. ആ ഒരു പയ്യനാന്ന് വെച്ചാല് കാജലിനെ കൊണ്ടുവന്ന് ഒരു വേശ്യാലയത്തില് വിറ്റിട്ട് പോവാണ് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് അവൾ ഒരു സെക്സ് വർക്കർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അച്ഛന് കുറെ കാലം കഴിഞ്ഞപ്പോ ഇങ്ങനെ കുറ്റബോധമൊക്കെ വന്നിട്ട് കാജലിനെ കാണാനായിട്ട് ഇവള് താമസിക്കുന്ന ആ ഒരു ലോഡ്ജിലേക്കൊക്കെ വരുന്നുണ്ട്. എന്നാ എന്തോ അച്ഛൻ വിളിച്ചിട്ടും കാജലിന്റെ കൂടെ പോകാനായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് കാജലിന്റെ കൂടെ പോയോ ഇല്ല. കാശിയിൽ വെച്ചിട്ട് അപ്രതീക്ഷിതമായിട്ട് ജീവൻ എന്ന് പറഞ്ഞ ഒരു മലയാളിയെ കാജൽ പരിചയപ്പെടാണ്. അവനും അവളും നല്ല ഫ്രണ്ട്സ് ആവാണ്. പക്ഷെ കാജലിനെയും അവളുടെ അച്ഛനെയും ഇവനാന്ന് വെച്ചാൽ കഴുത്ത് നെരിച്ച് കൊല്ലാനായിട്ട് നോക്കുന്നുണ്ട് ലാസ്റ്റ് ടൈമില്. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും അവൻ അങ്ങനെ ചെയ്യുന്നത്? ഈ ഒരു മൂവിയുടെ ലാസ്റ്റ് ക്ലൈമാക്സ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ മൂവി ഫുള്ള് കാണാനായിട്ട് താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.